നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് കല്ലേകാട് വ്യാസ വിദ്യാപീഠം ഹോസ്റ്റലിൽ +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് പോലീസിന്റെയും സ്കൂൾ അധികൃതരുടെയും വീഴ്ച മൂലമെന്ന് കോൺഗ്രസ്. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച്. ബോംബിനെ പന്നിപ്പടക്കമാക്കിയവരാണ് സ്കൂൾ അധികൃതരും പോലീസുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നവീകരണത്തിലെ മന്ദഗതിക്കെതിരെ മുസ്ലിം ലീഗ്. അനങ്ങനടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലയും മഞ്ചൽ സമരവും. യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് നവീകരണം പൂർത്തിയാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന് നേതാക്കൾ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി 5 വാഹനങ്ങൾ ഇടിച്ചു നശിപ്പിച്ചു. ഡ്രൈവർ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് പോലീസ്. ആശങ്കയായി ഓല കരിച്ചിൽ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിൽ. രോഗം പടരുന്നത് തടയാനാകാതെ കർഷകർ. വാർത്തകൾ വിശദമായി. പോലീസും സ്കൂൾ അധികൃതരും ചേർന്ന് വരുത്തിവെച്ചതാണ് കല്ലേകാട് വ്യാസ വിദ്യാപീഠം സ്കൂളിലെ +1 വിദ്യാർത്ഥിനി രുദ്രയുടെ ആത്മഹത്യയെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. രുദ്രയുടെ ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു A. തങ്കപ്പൻ. ബോംബിനെ പന്നിപ്പടക്കമാക്കാൻ ശേഷിയുള്ള പോലീസിന്റെ അന്വേഷണത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടില്ലെന്നും A. തങ്കപ്പൻ ആരോപിച്ചു. ദുരൂഹതകൾ നിറഞ്ഞ നിലയിലാണ് വ്യാസ വിദ്യാപീഠത്തിന്റെ പ്രവർത്തനം. മകൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിനും ഭീഷണിക്കും നേരെ രക്ഷിതാക്കൾ കഴിഞ്ഞ 20-ന് പോലീസ്, സ്കൂൾ അധികൃതർ, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു. രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നിരുന്നെങ്കിൽ മുദ്രയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല. സീനിയർ വിദ്യാർത്ഥികളുടെ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ അധികൃതർ കൂട്ടുനിൽക്കുകയായിരുന്നു. എന്തും ഒതുക്കി തീർക്കാൻ കരുത്തുള്ള സ്കൂൾ അധികൃതർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചതെന്നും A. തങ്കപ്പൻ പറഞ്ഞു. ആ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന സ്ഥലങ്ങളിൽ പോലും പല വിധത്തിലുള്ള പീഡനങ്ങളും റാഗിങ്ങുകളും നടക്കുന്ന അന്തരീക്ഷമാണ് മിക്ക വിദ്യാലയത്തിലുള്ളത്. അത് പലപ്പോഴും ഇതിലും ഞാൻ അറിയാൻ കഴിഞ്ഞ ആ കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കേട്ടത്, ഇതിനെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പരാതി കൊടുത്തു, ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർക്ക് പരാതി കൊടുത്തു, എന്നിട്ടും അതിന് പരിഹാരം കാണുകയാണെങ്കിൽ ഈ കുട്ടിയുടെ ആത്മഹത്യ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ ആർക്കാണിത് വീഴ്ച സംഭവിച്ചത്? ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ആ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണക്കാരാര്, അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ മാർച്ചിലുള്ളത്. അത് മൂടിവെക്കാതെ, ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ക്രിയാത്മകമായ ഇടപെടൽ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാർച്ച്. അത് 100% ചെയ്യണം എന്ന് മാത്രം പറഞ്ഞു. ഇവിടെ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ തന്നെ ഏത് വിദ്യാലയം, കോളേജ്, സ്കൂളിൽ പോയിട്ട് വരാൻ. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ് അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ, UDF കൺവീനർ P. ബാലഗോപാൽ, കൗൺസിലർമാരായ മോഹൻ ബാബു, പ്രദീപ, C. ഭവദാസ്, സുധാകരൻ പ്ലക്കാട്ട്, ഹരിദാസ് മച്ചിങ്ങൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നവീകരണത്തിലെ മന്ദഗതിക്കെതിരെ മുസ്ലിം ലീഗ്. റോഡ് നവീകരണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് അനങ്ങനടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ ജ്വാല മഞ്ചൽ സമരം നടത്തി. പെരുമാറുന്ന ഭരണകൂട അനാസ്ഥക്കെതിരെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ തീജ്വാല തീർത്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കർമ്മ പോരാളികൾ, നൂറുകണക്കിന് കർമ്മഭടന്മാർ ഈ വാഹനത്തിന് തൊട്ടു പിന്നിലായിക്കൊണ്ട് ഐതിഹാസികമായ മഞ്ചൽ സമരയാത്രയുമായി പനമണ്ണ. അനങ്ങനടി പഞ്ചായത്ത് ഒറ്റപ്പാലം മുനിസിപ്പൽ അതിർത്തി പ്രദേശമായ പത്തായപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജ്വാല മഞ്ചൽ സമരം ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറും മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ പ്രസിഡന്റുമായ PMA ജലീൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ ജ്വാലയുടെ അകമ്പടിയോടെ പ്രതീകാത്മക മഞ്ചലും വഹിച്ചുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു. തൃക്കടീരി അനങ്ങനടി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ കീഴൂർ റോഡ് സെൻട്രൽ പ്രകടനം സമാപിച്ചു. സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ PP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ CPM അതിന്റെ പാർട്ടി കമ്മിറ്റി കൂടിയപ്പോ ഞങ്ങൾക്കൊക്കെ ഒരു ആശങ്കയുണ്ട്. ആദ്യം പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പരാജയം പിടിക്കും, കാരണങ്ങൾ പരിശോധിക്കും. ഞാൻ ചോദിക്കട്ടെ, ഈ ഒറ്റപ്പാലത്ത് നിന്ന് ചെർപ്പുളശ്ശേരിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യന്
CPM എന്തുകൊണ്ടാണ് തോറ്റുപോകുന്നത് എന്നതിനെ കുറിച്ച് വലിയ പഠനമൊന്നും നടത്തേണ്ടതില്ല. പക്ഷേ ഈ ഒറ്റപ്പാലം റോട്ടിലൂടെ സഞ്ചരിക്കാതെ മറ്റു മാർഗങ്ങൾ കണ്ടെത്തി ഒറ്റപ്പാലത്തേക്ക് സഞ്ചരിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ, ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് ഇതുവഴി പോയാൽ പ്രയാസമാണ് എന്ന് തോന്നിയിട്ട് മറ്റു മാർഗങ്ങൾ കണ്ടെത്തിയിട്ട് ഒറ്റപ്പാലത്തേക്ക് സഞ്ചരിക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടെങ്കിൽ അവർക്ക് കാരണം കണ്ടെത്താൻ പ്രയാസമാണ്. അവർക്ക് കാരണം കണ്ടെത്താൻ പെട്ടെന്ന് കഴിയില്ല. തിരുവാഴിയോട് വഴി പോകാം എന്ന് വിചാരിക്കുന്നവർക്ക് മൂളൂർ കയറിയിട്ട് കൈലിയാട് വഴി അങ്ങനെ വാണിയംകുളത്തേക്ക് കടന്നിട്ട് ഒറ്റപ്പാലത്തേക്ക് യാത്ര ചെയ്യാം എന്ന് കരുതുന്നവർക്ക് അതിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഈ വഴി ഉപയോഗിക്കേണ്ടവർക്ക് ഇതൊരു വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. അവർക്കറിയാം എന്തുകൊണ്ടാണ് CPM തോൽക്കുന്നതെന്ന്, എന്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തോൽക്കുന്നതെന്ന്. പഠനം നടത്തി പരിഹാരമുണ്ടാകുമെന്നാണ് ഞങ്ങൾ കരുതിയത്. മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ്, നിയോജകമണ്ഡലം പഞ്ചായത്ത് തല നേതാക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി 5 വാഹനങ്ങളിൽ ഇടിച്ചു. ഡ്രൈവർ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി 7:30 പെരിങ്ങോട്ടുകുറിശ്ശി ജംഗ്ഷനിൽ സഞ്ജീവനി ക്ലിനിക്കിന്റെ മുൻവശത്താണ് അപകടം. കോട്ടായി ഭാഗത്തു നിന്നും തിരുവില്ലാമല ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയാണ് റോഡരികിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്ന ഒരു കാറിലും 4 മോട്ടോർ സൈക്കിളിലും ഇടിച്ചു തകർത്തത്. തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവർ അമിതമായി മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്നും പറയപ്പെടുന്നു. ഡ്രൈവറെ കോട്ടായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയമ്പാറയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വാണിയമ്പാറ കൊമ്പാഴയ്ക്ക് സമീപം ഇറങ്ങിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ദേശീയപാതയോട് ചേർന്ന പ്രദേശത്താണ് ആന ഇറങ്ങിയത്. മേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അറ്റകുറ്റപ്പണി നടത്താത്തതാണ് ജനവാസ മേഖലയിൽ ആന ഇറങ്ങാൻ ഇടയാക്കുന്നത്. ഞങ്ങളുടെ ഈ പ്രദേശത്ത് വീണ്ടും ഒരു കാട്ടാന ശല്യം വന്നു. ഒരു 5-6 വർഷം മുന്നിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. ആന പിന്നീട് ഇവിടെ വലിയ ശല്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ രാത്രിയിൽ ഈ പ്രദേശത്തുള്ള മൊത്തം ഞങ്ങളുടെ വാഴകളും കവുങ്ങ്, തെങ്ങ് എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിരിക്കുന്നു. ഭീതിയോടെ ഞങ്ങളിവിടെ വസിക്കുന്നത്. ഞങ്ങളൊക്കെ പ്രായം ചെന്ന ആൾക്കാരാണ്. 70-70 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നവർ. ഞങ്ങൾക്ക് ഓടാനോ ചാടാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അതിർത്തി കൂടെയുള്ള ഫോറസ്റ്റിൻ്റെ ഫെൻസിങ് എത്രയും വേഗം അത് വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി തരുവാനായിട്ട് വിനീതമായി ഞങ്ങൾ താല്പര്യപ്പെടുന്നു. അത് അവിടെ കണ്ടമാനം വാഴകളും തെങ്ങുകളും കവുകളും റബ്ബറുകളൊക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലാണ്, പ്രത്യേകിച്ച് ഇവിടെ പ്രായം കൂടിയ ആൾക്കാർ തന്നെ താമസിക്കുന്ന പ്രദേശത്ത് വൻ രീതിയിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. അതിപ്പോൾ നമുക്ക് നിർദ്ദേശിക്കാനുള്ളത് ഫോറസ്റ്റ് അധികാരികളും ഭരണാധികാരികളും ഒത്തുചേർന്നുകൊണ്ട് നിലവിലുള്ള ഫെൻസിങ് ശക്തിപ്പെടുത്തുക, ഈ ഭാഗത്തേക്ക് ആന ഇറങ്ങുന്ന മാർഗങ്ങൾ തടയുക എന്നുള്ളതാണ് ഏകമാർഗം. ഇത് വലിയ രീതിയിലാണ് ജനങ്ങൾ അവർക്ക് ഇതിൻ്റേതായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ ഇടപെട്ടുകൊണ്ട് പറ്റാവുന്ന നഷ്ടപരിഹാരം സഹായിച്ചുകൊണ്ടും അവർ അതുപോലെ നമ്മുടെ രീതി അകറ്റിക്കൊണ്ടും ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നെൽകൃഷിക്ക് ഓലകരിച്ചിൽ രോഗം വ്യാപകം. കർഷകർ ആശങ്കയിലാണ്. പക്ഷേ കഴിഞ്ഞ വിളയെടുക്കുമ്പോൾ ഞങ്ങളെല്ലാം 2-3 പ്രാവശ്യം രാസവളമൊക്കെ ഇട്ടിട്ട് വളരെ താല്പര്യത്തോടു കൂടി കൃഷി നന്നായിട്ട് വന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവസാന ഘട്ടത്തിൽ ഓലകരിച്ചിലും മഞ്ഞളുപ്പും ഒരു പഴുപ്പും എല്ലാം കൂടി വന്നിട്ട്, അതായത് ഇത്ര മേനി കിട്ടുക എന്നുള്ളൊരിതുണ്ടല്ലോ, ആ മേനി കണക്കാക്കാൻ പറ്റാതെ 100 ചാക്ക് നെല്ല് കിട്ടുന്ന ആൾക്ക് 20 ചാക്ക് നെല്ല് കിട്ടാൻ വഴിയില്ല എന്നൊരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പം അങ്ങനെ ആയിട്ട് അതങ്ങനെ പോയി ഉള്ളത് സപ്ലൈകോനൊക്കെ കൊടുത്ത് അത് ശരിയായിക്കൊണ്ടിരുന്നു ഇതായി. പക്ഷേ വീണ്ടും ഇപ്പം അത് വന്നിരിക്കുന്നു. വീണ്ടും ഈ പുകലിനും അത് അതിൻ്റെ തുടർന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ വളമിട്ടതിന് ശേഷം അത് എന്താണ് മാറിയെന്നോ അല്ലെങ്കിൽ അത് വിട്ടുപോയി എന്നോ പറയാനറിയില്ല. കതിര് നിരക്കാറായ നെൽകൃഷിക്കാണ് ഓലകരിച്ചിൽ രോഗം വ്യാപകമായി കണ്ടത്. രോഗത്തിന് തുടക്കത്തിൽ തന്നെ ബ്ലീച്ചിംഗ് പൗഡർ തുണിയിൽ കെട്ടി വയലിലെ പല ഭാഗങ്ങളിലായി നിക്ഷേപിച്ചാൽ രോഗം ഒരു പരിധിവരെ തടയാനാകുമെന്ന് പെരിങ്ങോട്ടുകുറിശ്ശി ഓഫീസർ അർച്ചന കർഷകരുടെ യോഗത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കൊണ്ടാഴി തൃത്തംതളി ശിവപാർവതി ക്ഷേത്രത്തിലെ നവീകരണ കലശവും മഹാകുംഭാഭിഷേകവും ജനുവരി 24 മുതൽ ഫെബ്രുവരി 1 വരെ നടക്കുമെന്ന് കൊണ്ടാഴിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ദിവാകരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. നമ്മൾ തൃത്തംതളി ക്ഷേത്രത്തിലെ നവീകരണ കലശവും കുംഭാഭിഷേകവും 24 തീയതി ജനുവരി 24 തീയതി വൈകുന്നേരത്ത് തുടങ്ങി 1 തീയതി ഉച്ചയോടുകൂടി അവസാനിക്കും. അതിനുശേഷം 5 തീയതി വൈകിട്ട് മുതൽ ഉത്സവം
കൊടിയേറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ 15-ാം തീയതി ശിവരാത്രി. അങ്ങനെയാണ് നമ്മളുടെ ഈ പരിപാടി ചാർട്ട് ചെയ്തിട്ടുള്ളത്. ക്ഷേത്രം ഒരു കാലത്ത് വലിയൊരു പ്രതാപത്തിലുണ്ടായിരുന്ന ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അതിന് ഇവിടെ പല ഭാഗത്തും നോക്കിയാൽ അറിയാമായിരുന്നു. ഇവിടെ ആകെ ഒരു വിജനം പറമ്പായിരുന്നു. 2 ഭാഗം ഗായത്രിപ്പുഴ ഒക്കെ ആയിരുന്ന ഒരു പഴയ കാലത്തെ സ്ഥിതി അതായിരുന്നു. ഞാൻ കാണുന്ന കാലത്തൊക്കെയാണ് ഇവിടെ പഴയ ഗർഭഗൃഹത്തിൻ്റെ മുകളിൽ തറ മുകളിൽ ഗർഭഗൃഹം മാത്രം ഒരു നിലയിൽ പണിതിട്ട് ചെറിയൊരു അമ്പലം ഒരു തറപ്പുള്ളി ഉണ്ടായിരുന്നു. 52-ലാണ് അത് പണിതതെന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ കുറേ കാലം പരിപാടിയൊന്നും ഉണ്ടായില്ല. ഒരു ശാന്തിക്കാരൻ പൂജ ഉണ്ടായിരുന്നു. കൊച്ചിൻ ദിവസം കൊണ്ടായിരുന്നു അമ്പലം ഉണ്ടായിരുന്നത്. അത് രാജാക്കന്മാരുടെ ആയിരുന്നു. ആദ്യം ചോള രാജാക്കന്മാരുടെ കാലത്ത് ആണ് തുടങ്ങിയിട്ടുള്ളത്. 7-ാം നൂറ്റാണ്ടിൽ പരശുരാമ പ്രതിഷ്ഠയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അത്രയും കാലപ്പഴക്കങ്ങൾ, പിന്നെ കാലപ്പഴക്കങ്ങൾ കൊണ്ടും പ്രകൃതിക്ഷോഭം കൊണ്ടൊക്കെ നശിച്ചുപോയി എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഏരിയയിൽ എവിടെ നോക്കിയാലും ഈ അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളും കല്ലുകളും കൊത്തുപണിയുള്ള കല്ലുകളൊക്കെ കാണാൻ പറ്റും. 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശ്രീകോവിലുകളുടെ പുനരുദ്ധാരണവും മറ്റ് നവീകരണ പ്രവൃത്തികളും പൂർത്തിയാക്കിയത്. കലശച്ചടങ്ങുകൾക്ക് ശേഷം ഫെബ്രുവരി 7-ന് കൊടിയേറി 15-ന് മഹാശിവരാത്രിയോടെ സമാപിക്കുന്ന ഉത്സവ ആഘോഷങ്ങളും വിപുലമായി നടക്കും. വിവിധ ദിവസങ്ങളിലായി അഷ്ടമംഗല്യ പ്രശ്ന പരിഹാരക്രിയകൾ, മഹാഗണപതി ഹോമം, തത്വഹോമം, ബ്രഹ്മകലശാഭിഷേകം തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ നടക്കും. നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ ചേർന്ന വാർത്താസമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി കെ പ്രസാദ് ചന്ദ്രൻ, ഉപദേശക സമിതി പ്രസിഡന്റ് ജയപ്രകാശ്, നവീകരണ കലശ കമ്മിറ്റി പ്രസിഡന്റ് ഗംഗാധരൻ KP, കലശ കമ്മിറ്റി ട്രഷറർ KR വിജയകുമാർ, നവീകരണ കലശ കമ്മിറ്റി സെക്രട്ടറി പ്രകാശ് K, ജോയിന്റ് സെക്രട്ടറി ബാലൻ K നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുണ്ടകം കൃഷിക്കൊയ്ത്ത് കഴിഞ്ഞതോടെ ഇതര സംസ്ഥാനത്തുള്ള ചെമ്മരിയാട്ടിൻകൂട്ടങ്ങൾ മേയാനായി നാട്ടിലേക്ക് എത്തി. ഇനി 3 മാസക്കാലം ആടുകൾക്ക് ഇവിടെ സ്വർഗവാസമാണ്. ആടുമേയ്ക്കാൻ എത്തുന്നവർക്ക് ദുരിതകാലവും. ചേലക്കരയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്ക്. 500ഓളം ആടുകളുമായിട്ടാണ് ചേലക്കര നാട്ടിൻചിറക്കുളത്തിന് സമീപമുള്ള വയലിൽ ആടുകൾ എത്തിയിരിക്കുന്നത്. ഇതിൽ വലിയ ആടുകൾ 300 എണ്ണവും ചെറിയ ആടുകൾ 200 എണ്ണവും അടങ്ങുന്നതാണ്. ഇതുകൂടാതെ നാടൻ ആടുകളുമുണ്ട്. പാടശേഖരങ്ങളിലെ കൃഷിക്കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ആടുകൾക്ക് പുല്ലും മറ്റും കഴിക്കാൻ ഇവിടെ യഥേഷ്ടമുണ്ട്. ഇവരെ നോക്കുന്നത് കോയമ്പത്തൂർ സ്വദേശികളായ ജഗന്നാഥൻ, കാളിയപ്പൻ എന്നിവരാണ്. രാവിലെ 10 മണിക്ക് ആടുകളെ കൂട്ടിൽ നിന്നിറക്കും. തുടർന്ന് കൊയ്ത്തു കഴിഞ്ഞ എല്ലാ പാടശേഖരങ്ങളിലൂടെയും ഇവർ ആടുകളെ മേച്ച് സഞ്ചരിക്കും. ഇവർക്ക് കൂട്ടിനായി 5 വേട്ടപ്പട്ടികളുമുണ്ട്. ഇതുകൂടാതെ ഈ 500 ആടുകളെ നിയന്ത്രിക്കുന്നത് നാടൻ വിഭാഗത്തിൽപ്പെട്ട മണിയൻ എന്ന് പേരിട്ടുള്ള വലിയ മുട്ടനാടാണ്. ഇവനാണ് മുൻപന്തിയിൽ നടക്കുക. ഇവൻ നടന്നാലാണ് ബാക്കിയുള്ള ആടുകൾ പിന്നിൽ നടക്കുകയുള്ളൂ. ജോലിക്കാർ എത്ര ശ്രമിച്ച് ഇവരെ ആട്ടിയാലും ആട്ടിൻകൂട്ടങ്ങൾ മണിയൻ നടക്കുന്ന സ്ഥലത്തുകൂടെ മാത്രമേ പോവുകയുള്ളൂ. അതാണ് അവരുടെ ശൈലി. വൈകിട്ട് 5 മണിക്ക് ആട്ടിൻകൂട്ടങ്ങളെ പാടത്ത് തന്നെ ഉണ്ടാക്കിയ വലകളുടെ കൂടാരത്തിലാണ് താമസിപ്പിക്കുക. അതിന് കാവലായിട്ട് വേട്ടപ്പട്ടികളും. പൊള്ളുന്ന വെയിൽ കഴിഞ്ഞാൽ കടുത്ത തണുപ്പ് സഹിച്ച് ജോലിക്കാർ അവിടെ കിടക്കും. ഇനി ഇവർ ആടുകളുമായി ചേലക്കര, പഴയന്നൂർ, ആലത്തൂർ വരെയുള്ള പാടശേഖരങ്ങളിൽ ആടുകളെ മേയാനായി കൊണ്ടുപോകും. ഏപ്രിൽ അവസാനിക്കും വരെ ഇവർ നാട്ടിൽ തുടരും. മലയാളികൾ നല്ല സഹകരണമാണ് തങ്ങളോട് ഉള്ളതെന്ന് ജഗന്നാഥൻ പറഞ്ഞു. കോയമ്പത്തൂരിൽ പിന്നെ വന്നിട്ടപ്പോൾ 3 മാസം ഇരിക്കുമ്പോൾ പിന്നെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ മാറി പോകും. പിന്നെ പാടൂർ വഴിക്ക് പോയിട്ട് പിന്നെ ആലത്തൂർ വഴിക്ക് പോയിട്ട് ഏപ്രിൽ മാസം തമിഴ്നാട് എത്തുന്നു. എவ்வளோ ആടുകൾ இருக்குது? ആട് 500 എണ്ണം ഉണ്ടെന്ന്. മുതലാളി വന്നിട്ട് രംഗനാഥൻ, സുരേഷ്, പിന്നെ നാങ്ങളൊക്കെ പണിക്കാരനാണ്. ഒരു ദിവസത്തെ കൂലി 800. 2 ദിവസം 2 നേരം സാപ്പാട് അവർ തരുക. എങ്ങനെ കേരളത്തിലെ ആളുകൾ തന്നെ? അല്ല, നല്ല ആളുകൾ, ഒന്നും പ്രശ്നം, നല്ല ആളുകൾ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൗൺസിൽ യോഗം 24-ന് ശനിയാഴ്ച നടക്കും. 29 അജണ്ടകളാണ് പരിഗണനയ്ക്കായി വരിക. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെ പുതിയ ഭരണസമിതിയുടെ പ്രഥമ കൗൺസിൽ യോഗമാണ് ഈ വരുന്ന ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ശേഷം നടക്കുക. വിവിധ വിഷയങ്ങളടങ്ങുന്ന 29 അജണ്ടകളാണ് പ്രഥമ കൗൺസിൽ യോഗത്തിന് മുൻപാകെ ചർച്ചയ്ക്ക് വരിക. സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകുന്നത് സംബന്ധിച്ചും മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ചിരുന്ന 6 മിനി MCFകൾ മാറ്റി സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും തെരുവുനായ ശല്യം രൂക്ഷമായതിനാൽ തെരുവുനായ്ക്കൾക്ക് ഷെൽട്ടർ ഹോം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചും ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് UPA ഫണ്ട് അനുവദിക്കുന്നത് സംബന്ധിച്ചും ഉൾപ്പെടെയുള്ള അജണ്ടകളാണ് കൗൺസിൽ യോഗത്തിന് മുൻപാകെ ചർച്ചയ്ക്ക് വരിക. മറ്റു വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അജണ്ടകളും ചർച്ചയ്ക്ക് വരും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ജനുവരി 24 മുതൽ ഉത്സവാഘോഷത്തിന് തുടക്കമാകും. ഉത്സവാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി.
ഈ മാസം 31 വരെയാണ് ഉത്സവാഘോഷം. ക്ഷേത്രോത്സവത്തിന് ഓങ്ങല്ലൂർ തളി ശ്രീ മഹാഗണപതി ക്ഷേത്രം ഒരുങ്ങി. ജനുവരി 24 മുതൽ ജനുവരി 31 വരെ വിവിധ പരിപാടികളോടുകൂടിയാണ് ക്ഷേത്രോത്സവം. 23-ന് വൈകിട്ട് വിവിധ പൂജകളുടെ തുടക്കം കുറിക്കുന്ന ഉത്സവം 24-ന് വൈകിട്ട് 7:30-ന് കൊടികയറും. തുടർന്ന് കൈകൊട്ടിക്കളി, ഭക്തിഗാനസുധ, സോപാന സംഗീതം എന്നിവ അരങ്ങേറും. 25-ന് വൈകിട്ട് 5-ന് അക്ഷരസ്വാഗസാസ്, കൈകൊട്ടിക്കളി, നൃത്തനൃത്യങ്ങൾ, മോഹിനിയാട്ടം. 26-ന് രാവിലെ 8:30 മുതൽ സംഗീതോത്സവം, പഞ്ചരത്ന കീർത്തനാലാപനം, അഖില കേരള ചിത്രരചനാ മത്സരം. വൈകിട്ട് 6:30-ന് സംഗീത കച്ചേരി. 27-ന് വൈകിട്ട് 6:30 മുതൽ കഥകളി. 28-ന് വൈകിട്ട് നൃത്തസന്ധ്യ, തായമ്പക എന്നിവ അരങ്ങേറും. 29-ന് രാവിലെ 10 മണിക്ക് ഉത്സവബലി. വൈകിട്ട് കൈകൊട്ടിക്കളി, നൃത്തവിസ്മയം, നൃത്തഗോപുരം. 30-ന് വൈകിട്ട് 6:30-ന് മോഹിനിയാട്ടം, കൈകൊട്ടിക്കളി, പള്ളിവേട്ട എന്നിവയും നടക്കും. 31-ന് രാവിലെ 5 മണിക്ക് പള്ളിയുണർത്തൽ. വൈകിട്ട് 5-ന് യാത്രാബലി, ആറാട്ട്, മോഹിനിയാട്ടം എന്നീ കലാവതരണങ്ങളും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് കല്ലേകാട് വ്യാസവിദ്യാപീഠം ഹോസ്റ്റലിൽ +1 വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തത് പോലീസിന്റെയും സ്കൂൾ അധികൃതരുടെയും വീഴ്ച മൂലമെന്ന് കോൺഗ്രസ്. വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് മാർച്ച്. ബോംബിനെ പന്നിപ്പടക്കമാക്കിയവരാണ് സ്കൂൾ അധികൃതരും പോലീസുമെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നവീകരണത്തിലെ മന്ദഗതിക്കെതിരെ മുസ്ലിം ലീഗ്. അലങ്ങനാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാലയും മഞ്ചൽ സമരവും. യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് നവീകരണം പൂർത്തിയാക്കി യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന് നേതാക്കൾ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ നിയന്ത്രണം വിട്ട ടാങ്കർ ലോറി 5 വാഹനങ്ങൾ ഇടിച്ചു നശിപ്പിച്ചു. ഡ്രൈവർ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് പോലീസ്. ആശങ്കയായി ഓലകരിച്ചിൽ. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഏക്കർ കണക്കിന് നെൽകൃഷി നാശഭീഷണിയിൽ. രോഗം പടരുന്നത് തടയാനാകാതെ കർഷകർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.